ബദലേം കുടുംബ യൂണിറ്റ് ഈ സിനിമ ഇപ്പം തിയേറ്ററിൽ നിറഞ്ഞാടുക നല്ല തകർക്കുകയാണ്. കാരണം അതുപോലെ ഗംഭീര കളക്ഷനാണ്. നിവിൻ പോളിയുടെ എനിക്ക് തോന്നുന്നു സ്റ്റിൽ ഈ ഡേറ്റ് വരെ ഉള്ളതിൽ ഏറ്റവും ഗംഭീര ഓപ്പണിംഗ് ആണ് ഈ സിനിമ നേടിയത്. ഈ സിനിമ ഒരു വലിയ താരം നമ്മുടെ ഒന്നും അല്ല. ഈ പറഞ്ഞ പോലെ മമിത ബൈജുവും ഈ പറഞ്ഞ കുറച്ച് ആർട്ടിസ്റ്റുകളും ഒക്കെ ഉള്ളു. എല്ലാം വലിയ വലിയ സീനിയർ ആർട്ടിസ്റ്റുകളോ ക്യാമിയോളോ ഒന്നുമില്ല. പക്ഷേ ഗിരീഷ് ഏടി എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ട് അവിടെ. ഭാവന സ്റ്റുഡിയോസും ഫഹദ് ഫാസിലിന്റെയും പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അവിടെ. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. ഗിരീഷ് ഏടി എന്ന് പറഞ്ഞാൽ മിനിമം നമുക്ക് ഗ്യാരണ്ടി പറയാവുന്ന, ഉറപ്പായിട്ടും നല്ല എന്ത് രസമായിട്ട്. എനിക്ക് പ്രേമലുവിനെക്കാട്ടി മുകളിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പലരും പറയും പഴയ വീഞ്ഞാണെന്നൊക്കെ പറഞ്ഞാൽ പഴയ വീഞ്ഞ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റുവേഷൻ പഴയ വീഞ്ഞെന്ന് അറിയേണ്ടത് നമുക്ക് ചിരിക്കാൻ, തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാൻ പറ്റിയാൽ അത് അടിപൊളിയാണ്. എന്തായാലും നിവിൻ പോളിയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വേൾഡ് വൈഡ് ബദലേം കുടുംബ യൂണിറ്റ് നേടിയത് 15.5 കോടി രൂപയാണ് ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ അതിന് മുകളിലേക്ക് പോകുന്നതാണ്, അതായത് 20 കോടിക്ക് മുകളിലേക്ക് പോകുന്നതാണ് ട്രാക്കേഴ്സ് ഇതുവരെയും പറഞ്ഞ കളക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൊണ്ട്, അതായത് 2 ദിവസം കൊണ്ട് ഇതിന്റെ കളക്ഷൻ ഏകദേശം 35 കോടിക്കും 40 കോടിക്കും ഇടയിൽ വരുമെന്നാണ്. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകും. കാരണം അടുത്ത ദിവസം ഷോയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദിവസവും 20K 22K മണിക്കൂറിൽ 15K ഒക്കെ ഇങ്ങനെ ബുക്കിങ്ങിനെ ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂർ ടിക്കറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 10-12 ദിവസം കൊണ്ട് 200 കോടി ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന പടം തന്നെയാണ് ബദലേം കുടുംബ യൂണിറ്റ്. കാരണം ഫാമിലി 2-3 വട്ടം കാണും, അതുള്ള ചാൻസ് ഉണ്ട്. കാരണം അതുപോലെ ആൾക്കാർ ഇരച്ച് കയറിയിട്ടുണ്ട്. ഓണത്തിന് വേറെ പടമില്ല. ഇങ്ങനെ നോക്കി എനിക്കൊന്ന് അയാങ്കയും പോലും ചിലപ്പം മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ടോക്സിക്ക് മാത്രമേ ഉള്ളൂ. ടോക്സിക് ഒന്നും ഫാമിലിയുടെ ഫസ്റ്റ് ചോയ്സ് ഒന്നും ഒരിക്കലും അല്ല. ഫസ്റ്റ് ചോയ്സ് ഇനിയിപ്പോൾ എന്തായാലും ഫാമിലി മൊത്തം ഓണത്തിന് തൂക്കാൻ പോകുന്നത് ബദലേം കുടുംബ യൂണിറ്റാണ്. ഇതിപ്പം നമുക്കറിയാം, നല്ല പടമാണെങ്കിൽ, ഇത് മോശം പടമാണെങ്കിൽ അത് ഓടത്തില്ല. നല്ല പടമാകുമ്പോൾ അത് കളക്ഷൻ കിട്ടും, അത് സ്വാഭാവികമാണ്. ഇത് നല്ല പടം വന്നു, നല്ലപോലെ നമുക്കിരുന്ന് ഫാമിലിയായിട്ട് ഇരുന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര പടം വന്നപ്പോൾ ആൾക്കാർ ഇരച്ച് കയറുകയാണ്. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിജയിക്കേണ്ട പടമാണ്. എന്തായാലും ഗംഭീര വിജയം നേടുന്നു. 200 കോടി 300 കോടിയൊക്കെ എടുത്ത് റെക്കോർഡ് ഇടട്ടെ. എന്തായാലും നിവിൻ പോളിക്കും സംഘത്തിനും ഗിരീഷ് ഏടിക്കും സംഘത്തിനും ഭാവന സ്റ്റുഡിയോസിനും ഫഹദ് ഫാസിന്റെ സംഘത്തിനും എല്ലാവർക്കും നല്ലൊരു പടം തന്നെ പ്രത്യേകിച്ച് തന്നു.